ഹായ്, വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് മാമ്പഴവും നമ്മുടെ ചെറുപഴവും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ ജ്യൂസ് റെസിപ്പിയാണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഞാനൊരു മാങ്ങ, ഒരു ഇടത്തരം തീരെ വലുതും അല്ല ചെറുതും അല്ലാത്തൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാനൊരു 7 ചെറുപഴമാണ് എടുത്തേക്കുന്നത്. 7 എന്ന് പറയുമ്പം തീരെ ചെറിയ പഴമായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഇച്ചിരി വലിയ പഴമാണെങ്കിൽ 3 ഒക്കെ എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി മധുരത്തിന് വേണ്ടി ഷുഗർ ആഡ് ചെയ്യാം. ഷുഗറൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ ഇടുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം, കുറവാണെങ്കിൽ കുറവിടാം. പിന്നെ നമ്മുടെ മാങ്ങ നല്ല പഴുത്ത മാങ്ങയല്ല എങ്കിൽ ഒരു ചെറിയ പുളി കാണും. അപ്പം അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ മധുരം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു 2 ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ. കുറച്ച് ഐസ് ക്യൂബും ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇരട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിക്ക് സാധനങ്ങൾ ചേർത്താൽ മതി, നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്ത സാധനമാണ്. അതിലേക്ക് ഞാൻ 1 കപ്പ്, നമ്മൾ പാലളന്ന അതേ ഗ്ലാസ്സിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. കുറച്ച് നമ്മുടെ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടത്. അതും കൂടെ ഒട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ചേർത്തത്. കസ്കസൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കസ്കസ് ചേർക്കണം വലിയ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ആദ്യമേ 2 ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ജ്യൂസിൽ തന്നെ ഇട്ടിട്ടും ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കൂടാതെ ഇനി ഇതുപോലുള്ള വീഡിയോസ് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താലും മതി. കൂടി വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വെറൈറ്റി വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക.